തൃശൂരിലെ ഒരു സ്പായിലെ ജീവനക്കാരിയുടെ ചില സ്വകാര്യ ദൃശ്യങ്ങൾ പ്രൈവറ്റ് വീഡിയോ എന്നാണ് പറയുന്നത്. അത് ആ സ്പാ നടത്തിപ്പുകാരുടെ കയ്യിലുണ്ട്. അതിനായി ആ മുൻ ജീവനക്കാരി സംഘം ചേർന്നെത്തി വീട്ടിൽ കയറി മൊബൈൽ ഫോൺ ഉൾപ്പെടെ തട്ടിയെടുത്തു. എന്താണ് ആ സ്വകാര്യ ദൃശ്യങ്ങൾ? ഈ സ്പാകളിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? ജസ്റ്റിൻ പുതുജീവൻ ഏകിയാണ് അവൾ ഇന്ന് മടങ്ങിയത്. ഇനി മറ്റൊന്ന് ജസീലയാണ്. സ്വയം ജീവനൊടുക്കിയ അവൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് ആ കുടുംബം ആവർത്തിക്കുന്നു. പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ്. ഈ വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. സ്വാഗതം ഒരിക്കൽ കൂടി. സ്വകാര്യ വീഡിയോകൾ കൈക്കലാക്കാൻ സ്പാ നടത്തിപ്പുകാരിയെ വീട്ടിൽ കയറി ആക്രമിച്ചു. പണവും സ്വർണവും കവർന്ന 8 പേർ പിടിയിൽ. സ്പാ നടത്തിപ്പിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരിയുടെ വീട് കയറി ആക്രമിച്ചാണ് ഫോണുകളും പണവും സ്വർണവും ഉൾപ്പെടെ അപഹരിച്ചത്. ഈ സംഭവത്തിൽ 8 പേർ അറസ്റ്റിലായി. സ്പാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ആക്രമണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കോയമ്പത്തൂർ മംഗലാപുരം സ്വദേശികളായിട്ടുള്ള 5 യുവതികളും 3 യുവാക്കളും ചേർന്നാണ് ഈ അതിക്രമം നടത്തിയത്. അവരാണ് ഇന്ന് തൃശൂരിൽ പോലീസിന്റെ പിടിയിലായത്. നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി ഓഫീസർ ACP തൃശൂർ ശശിധരൻ അദ്ദേഹം ഇത് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് എല്ലാ CRV വെഹിക്കിൾസും നൈറ്റ് പെട്രോളിംഗ് ഉള്ള സ്റ്റേഷൻ വെഹിക്കിൾ അറിയിച്ചിട്ട് വി ഹാവ് പ്ലാൻ നാക്കബന്ദി അറ്റ് ദ തൃശൂർ. നമുക്ക് നേരത്തെ പ്ലാൻ പറഞ്ഞ പ്രകാരം വി ഹാവ് ഡിഡ് ദ നാക്കബന്ദി അറ്റ് ദ തൃശൂർ. പിന്നെ ആ സമയത്ത് നമുക്ക് വെഹിക്കിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പട്ടിക്കാട് ഏരിയയിൽ ഒരു ബ്ലാക്ക് കളർ കർണാടക രജിസ്ട്രേഷൻ ഇൻഡിക്ക കാറും ഒരു ബുള്ളറ്റിൽ നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷനുള്ള ആൾക്കാരൊക്കെ നമുക്ക് കിട്ടി. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഇവിടുത്തെ നമുക്ക് തൃശ്ശൂർ സ്വദേശിയായ ഒരു വിക്ടിം, പിന്നെ ഈ ബാംഗ്ലൂർ സ്വദേശിയായ ഒരു ലേഡി, അവിടെ 2 പേരുടെ തമ്മിൽ ഒരു സ്പാ ബന്ധപ്പെട്ട് ഏർപ്പാടായിരുന്നു. അതിന്റെ ബിസിനസ് തർക്കും അത് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ ബാംഗ്ലൂരിൽ നിന്നും 8 പേര് ഒരു കാറും ഒരു ബൈക്കിൽ വന്നിട്ട് they have tried to snatch the mobile phone. They have also took the gold jewelry from the victim. Then few 40,000 rupees were transferred via Google Pay to the account of this accused. Based on this information we acted, and within 1 hour of this incident our team led by ACP Shashidharan, Inspector Benilal, they have apprehended all 8 accused, and now we have custody of all 8 people. Among these 8 people, 3 are male, 5 are female accused are in our custody. തൃശൂർ സ്വദേശിനിയായിട്ടുള്ള സ്ത്രീ നടത്തിയിരുന്ന സ്പായിലെ ജീവനക്കാരി ആയിരുന്നു ഈ യുവതി. പിടിയിലായ യുവതിയിൽ ഒരാൾ. 1 മാസം മുമ്പ് ഈ സ്പായിൽ ഇവർ ജോലി ചെയ്തിരുന്നു. ഈ സ്ത്രീയുടെ കൈവശം, അതായത് നടത്തിപ്പുകാരുടെ കൈവശം ഉണ്ടായിരുന്ന യുവതിയുടെ വീഡിയോ അടങ്ങിയ മൊബൈൽ ഫോൺ അത് വീണ്ടെടുക്കാനും ഒപ്പം 2 പേരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കവുമാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ സ്ത്രീയുടെ വീട്ടിലെത്തിയ യുവതികളും യുവാക്കളും ചേർന്ന് മൊബൈൽ ഫോൺ തട്ടിയെടുത്തു. ഒപ്പം 20,000 രൂപയും സ്വർണ്ണാഭരണവും കവരുകയായിരുന്നു. ഏതാണ്ട് രാത്രി 12:30 കർണാടക രജിസ്ട്രേഷനുള്ള കാറിലെത്തിയ ഈ 3 യുവതികളും യുവാക്കളും ഒപ്പം 2 ട്രാൻസ്ജെൻഡേഴ്സും ഈ സംഘം സ്പാ നടത്തിപ്പുകാരുടെ വീട്ടിലേക്ക് എത്തുന്നത്. ജോലിയിൽ നിന്ന് വിട്ട ശേഷം തന്റെ സ്വകാര്യ വീഡിയോകൾ ഈ സ്പാ നടത്തിപ്പുകാരുടെ കയ്യിലുണ്ട് എന്ന് ഈ കർണാടക സ്വദേശിനിയായ യുവതി മനസ്സിലാക്കുകയാണ്. ഇതേ തുടർന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സംഘത്തെ കൂട്ടി അവൾ തൃശ്ശൂരിലെത്തുന്നത്. ഈ അക്യൂസ്ഡ് പറയുന്നുണ്ട് അവരുടെ കയ്യിൽ, ഈ വിക്ടിം പറഞ്ഞ ലേഡിയുടെ കയ്യിൽ ഇവരുടെ കുറെ പ്രൈവറ്റ് വീഡിയോസ് ആയിരുന്നു. ആ വീഡിയോ എടുക്കാൻ വേണ്ടി, ആ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി അതിന്റെ കൂടെ തന്നെ അവരുടെ പൈസയുടെ കുറച്ച് ഏർപ്പാടായിരുന്നു.
ആ പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി അവർ ഇവിടെ വന്നായിരുന്നു. ആ വന്ന സമയത്ത് രണ്ട് ടീമിന്റെ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. വാക്കുതർക്കം ഉണ്ടായിരുന്ന സമയത്ത് അവരോട് അടിച്ചിട്ട് മൊബൈൽ ഫോൺ അവർ എടുത്തു കൊണ്ടുപോയി. ഒരു 12 to 1 മണിക്കൂറുടെ ഇടയിൽ ഒരു ഹാഫ് ആൻ അവർ ഉള്ള ഈ തർക്കമായിരുന്നു. ഇത് ബന്ധപ്പെട്ട് നമ്മുടെ ടീം നമുക്ക് കിട്ടിയ കോൾ 1 മണിക്കായിരുന്നു. സോ അതിനെ നമുക്ക് 2 മണിക്കിടയിൽ 1 മണിക്കൂറിന്റെ അകത്ത് നമുക്ക് പട്ടിക്കാടിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഇവരെല്ലാ 2 കൂട്ടത്തിലെ ആൾക്കാർക്ക് ടോട്ടൽ 8 അക്യൂസ്ഡ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഇതിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പിന്നെ പറഞ്ഞ FIR സ്റ്റേറ്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ കുറച്ച് വിശദമായി അന്വേഷിക്കാൻ ശേഷം മാത്രം നമുക്ക് സത്യത ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാവും. കർണാടക രജിസ്ട്രേഷനിലുള്ള കാറിലും ബൈക്കിലുമൊക്കെ ആയിട്ടാണ് ആ സംഘം എത്തുന്നത്. സ്പാ നടത്തിപ്പുകാരുടെ വീടിന് സമീപം അവർ ആദ്യം കാത്തുകിടന്നു. അങ്ങനെ കാത്തുകിടന്നു. ഈ സ്പാ നടത്തിപ്പുകാരി ആ വീട്ടിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കിയ ശേഷം ഏതാണ്ട് രാത്രി 12:30 അതിക്രമിച്ച് വീട്ടിലേക്ക് കയറുന്നു. ഇപ്പോ വിക്ടിം പറയാനുണ്ട് അങ്ങനത്തെ സ്പാ അവർ നടക്കത്തില്ല. ബട്ട് അക്യൂസ്ഡ് സൈഡിൽ അവർ പറയുന്നുണ്ട് അവർ ഇവിടെ വന്നിട്ട് തൃശ്ശൂരിൽ ഒരു ഈ വിക്ടിം നടക്കുന്ന ഒരു സ്പായിൽ അവർ ജോലി ചെയ്തു. കുറെ പ്രാവശ്യം ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ജോലി ചെയ്തിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം അവരുടെ തമ്മിൽ പൈസയുടെ ഒരു ഇഷ്യൂ വന്നു. ആ ഇഷ്യൂ വന്നതിന്റെ തിരക്കിൽ ഇന്നലെ അവർ 3 ദിവസം മുമ്പ് അവർ ബാംഗ്ലൂരിൽ ഇത് എല്ലാ ഒരു ഈ ഡക്കൈത്തി രൂപത്തിൽ അവർ 3 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തു. ഇന്നലെ രാവിലെ കോയമ്പത്തൂർ ഹാൾട്ട് ചെയ്തിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു ഏകദേശം 10 മണി അവർ തൃശ്ശൂർ വന്നിട്ട് അവർ അവിടെ ആ വീട്ടിന്റെ ഏരിയയിൽ വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം 12:30 മണിക്ക് ദേ ഹാവ് ബ്രേക്ക് ഇൻ ടു ദ ഹൗസ് ആൻഡ് ദേ ഹാവ് ഡൺ ദിസ്. ഈ സ്പാ നടത്തിപ്പുകാരിയും മറ്റ് 3 യുവതികളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവരെ ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കൈക്കലാക്കി 1 പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണം ഏതാണ്ട് 1 പവൻ കവരുകയും ചെയ്തു. ഈ 20,000 രൂപ അത് കവർന്നത് ഗൂഗിൾ പേ വഴി അയക്കാൻ നിർബന്ധിച്ച് അയപ്പിക്കുകയായിരുന്നു. സംഘം മടങ്ങിയതിന് പിന്നാലെയാണ് ഈ സ്പാ നടത്തിപ്പുകാരി പോലീസിനെ വിളിക്കുന്നത്. അങ്ങനെ അവർ നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രതികൾ പിടിയിലാവുന്നത്. ദേശീയപാതയിൽ പട്ടിക്കാടിന് സമീപത്ത് നിന്നാണ് ഇവർ പിടിയിലാവുന്നത്. ഇനി അതേസമയം സ്പാ നടത്തിപ്പിന്റെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. As of now, we have only this basic information. We have to go into the details. ഇത് ബന്ധപ്പെട്ടുള്ള എക്സാക്ട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയ ശേഷം അറിയിക്കാം. അവർ പറയുന്നത് ഈ പ്രൈവറ്റ് വീഡിയോസ് അവരുടെ കയ്യിലുണ്ട്. ഇവർ ഈ സ്പാ നടക്കുന്ന സമയത്ത് അവർ തൃശ്ശൂർ വന്ന സമയത്ത് കുറെ പ്രൈവറ്റ് വീഡിയോസ് ഈ വിക്ടിം എടുത്തിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ വീഡിയോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അവർ വന്നാണ്. ഇപ്പൊ നമുക്ക് പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ചെയ്യാം. വിക്ടിം ശരിക്കും ഈ സ്പാ നടന്നോ ഇല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. ശരിക്കും ഈ വിതൗട്ട് ലൈസൻസ് ആരും സ്പാ നടത്താൻ പാടില്ല. അതിന്റെ കൂടെ തന്നെ കുറെ എക്സ്റ്റോർഷനും ബാക്കി ഇമ്മോറൽ ട്രാഫിക്കിംഗ് ഉള്ള ആംഗിൾസും ഉണ്ട്. സോ വി ആർ ഇൻ ദ പ്രിലിമിനറി സ്റ്റേജസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. തൃശ്ശൂരിൽ അവിടെ നിരവധിയായിട്ടുള്ള സ്പാകളുണ്ട്. ഇവിടെയൊക്കെ പരിശോധന ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധന തുടരും. നിയമവിരുദ്ധമായി കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതിന് ബോധ്യപ്പെടാനായി കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നു. എന്നാലും ആ സ്വകാര്യ ദൃശ്യം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ആ യുവതിയും സംഘവും സ്പാ നടത്തിപ്പുകാരുടെ വീട്ടിലെത്തി അത്തരത്തിൽ അതിക്രമം കാട്ടിയത്. പക്ഷേ അത് പാളി. അവർ ഇപ്പോൾ അകത്താണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.